പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോ ഇന്നലെ കോഴിക്കോട് വാകയാട് വെച്ച് BJPയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിച്ച പ്രസംഗം അപ്ലോഡ് ചെയ്ത് ഈ സമയത്ത് തന്നെ വേറെ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം, ഞാൻ ഇന്ന് ഒരു 3 മണിക്കൂർ മുമ്പ് ഒരു പോസ്റ്റ് ചെയ്തിരുന്നു ഫേസ്ബുക്കിൽ. അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 4 സംസ്ഥാനങ്ങൾക്ക് ഉത്തർപ്രദേശിൽ 23 കോടി, മഹാരാഷ്ട്രയിൽ 12 കോടി, ബീഹാറിൽ 10 കോടി, പശ്ചിമ ബംഗാളിൽ 9 കോടി, ഇങ്ങനെ 54 കോടി ജനങ്ങൾ ജീവിക്കുന്ന 4 സംസ്ഥാനങ്ങളിലായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഉത്തർപ്രദേശിൽ 403 സീറ്റിൽ കേവലം 2 സീറ്റാണുള്ളത്. മഹാരാഷ്ട്രയിൽ 288 സീറ്റിൽ 16 സീറ്റാണുള്ളത്. ബീഹാറിൽ 243 വെറും 6 സീറ്റാണുള്ളത്. പശ്ചിമ ബംഗാളിൽ 294 വട്ട 0 സീറ്റാണുള്ളത് എന്നൊരു സംഗതി പോസ്റ്റ് ചെയ്തു. എന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ ഒരു ഫോട്ടോ അത് ഇട്ടു. അപ്പൊ അതില് കുറച്ച് കാക്കാമാര്, ഈ മുയ്മനില്ലാത്ത കുറച്ച് കാക്കാമാര് വന്നിട്ട് വളരെ നമ്മളെ പ്രകോപിപ്പിക്കുക. ഞാൻ പലതവണ പറഞ്ഞതാണ്, ആ ഹലാൽ ആട് കേസുമായി ബന്ധപ്പെട്ട് എന്നെ നിങ്ങൾ ആക്ഷേപിക്കുമ്പോ അതെനിക്ക് ദേഷ്യം വരും. കാരണം അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ, മലയാളി സമൂഹത്തിന്റെ മുമ്പിൽ വെല്ലുവിളിയായിട്ട് പറഞ്ഞതാണ്. ഞാൻ പറ്റിച്ചു എന്ന് പറയുന്ന, എന്നിൽ നിന്ന് ഞാൻ പണം പറ്റിയ ഏതെങ്കിലും ഒരു മഖ്ലൂക്കിനെ കൊണ്ടുവന്നു അത് പറയുമ്പോ ഒരാളെയും കൊണ്ടുവരാനോ എനിക്ക് 10 റുപ്യ പോയി റിഷാദ് വാങ്ങിയത് പറഞ്ഞു വരാൻ ഒരാളും ഇല്ല. പക്ഷെ അതിങ്ങനെ ഫോട്ടോ ഒട്ടിക്കുമ്പോ എനിക്ക് ദേഷ്യം വരും. അത് പ്രതികരിക്കും. ഞാനത് പ്രതികരിക്കുമ്പോ സഭ്യമല്ലാത്ത പദപ്രയോഗങ്ങൾ വരും. കാരണം ഞാൻ മനുഷ്യനാ. അപ്പൊ അതിന് ചില താടിക്കാര് വന്നിട്ട് പറയാ, സുല്ലമി എന്നുള്ള പേരും വെച്ചിട്ട് നീ ഇങ്ങനെ സംസ്കാരം കാണിക്കാൻ നിൽക്കണ്ട, സുല്ലമീൻ ഒഴിവാക്കണം. ഞാൻ അപ്പൊ പറഞ്ഞു, നിന്റെ തന്നതല്ല സുല്ലമി എന്നുള്ള ആ പദം. ഞാൻ 2 വർഷം പ്രിലിമിനറി, 3 വർഷം BA, 2 വർഷം MA അത് കഴിഞ്ഞ് അവിടെ പഠിച്ച് ഞാൻ നേടിയെടുത്തതാണത്. ഇനിയിപ്പോ സുല്ലമി എന്ന് ഞാൻ ഉപയോഗിക്കുന്നതിൽ നിങ്ങൾക്ക് വല്ല പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അരീക്കോട് പോവുക, ജമിയത്തോട്ട് സംസാരിച്ച് ജമിയത്ത് കൂടിയിട്ട് കോളേജിന്റെ പേരങ്ങോട്ട് മാറ്റിക്കളയും. കുഞ്ഞിമാം തൽക്കാലം മാറ്റാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് അതല്ല. മനുഷ്യന് ദേഷ്യം വന്നാൽ പ്രകോപനം ഉണ്ടായാൽ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അവരെ ചില ആളുകൾ പ്രകോപിപ്പിച്ചപ്പോ, ജൂതന്മാര് വന്ന് പ്രകോപനം ഉണ്ടാക്കിയപ്പോ ആയിഷ ബീബി പറഞ്ഞു പോയിട്ടുണ്ട്, ഉമ്മുൽ മുഅ്മിനീൻ നായിന്റെ മക്കളെ, പന്നിക്ക് പറന്നവരെ എന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞതായിട്ട്, വിളിച്ചു പോയതായിട്ട് ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. കഴിയുന്നുണ്ടോ? ഇല്ല. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ പിതാവ്, 1ാം ഖലീഫ, ലോകത്തുള്ള സകലമാന മുഅ്മിനീങ്ങളുടെയും ഈമാൻ ഒരു തട്ടിലും സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാൻ മറുതട്ടിലും വെച്ചാ മാരാര തട്ട് താന്നു കിടക്കും എന്ന് പറഞ്ഞ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഒരാൾ പ്രകോപിപ്പിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം, പോയിട്ട് നിന്റെ ദൈവമായ ലാത്തയുടെ ക്രിസലി കടിച്ചു വലിക്കടാന്നാ പറഞ്ഞത്. ക്രിസലി എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ മലയാളം, നിങ്ങള് മുയ്മല്ലാത്ത മുറിക്കാക്കന്മാര് അത് നിങ്ങൾ പരിശോധിച്ചാൽ മതി. മകൻഷിക എന്നൊരു വാക്കതിനുണ്ട്. പന്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്ക് നിങ്ങൾ പരിശോധിച്ചാൽ മതി. എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കരുത്. മനസ്സിലാകട്ടോ? ഞാനും മനുഷ്യനാണ്. എന്റെ പേരിൽ ഇല്ലാത്തത് പറയുമ്പോ എനിക്ക് ദേഷ്യം വരും, എനിക്ക് പ്രകോപനം ഉണ്ടാകും. ഞാനും മനുഷ്യനാണ്. അതിനാണ് ഞാൻ സിദ്ദീഖുൽ അക്ബറിന്റെ ഉദാഹരണം പറഞ്ഞത്. സിദ്ദീഖുൽ അക്ബറിന് പോലും ദേഷ്യം വന്നപ്പോ, പ്രകോപനം വന്നപ്പോ പിടിവിട്ടുപോയി. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഈ വിഷയകമായി സംസാരിക്കും. ഞാൻ ഈ കാര്യം പറയുന്നത് ഈ തെറി പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടല്ല. നമ്മൾക്ക് പിടുത്തം വിട്ടു പോകുമ്പോ നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ കാണുമ്പോ അവർക്ക് നമ്മോട് പ്രയാസം ഉണ്ടാകരുത്. അതിനാ ഞാനിത് പറഞ്ഞു വന്നത്. മനസ്സിലായല്ലോ? അപ്പൊ സിദ്ദീഖുൽ അക്ബർ പ്രകോപനം ഉണ്ടായപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, എനിക്കും പ്രകോപനം ഉണ്ടാവുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. കാരണം മൂലേരായി നടക്കുന്ന സമയത്ത്, ഖത്തീബായി നടക്കുന്ന സമയത്ത് എന്നോട് വരുമ്പോ പോടാന്ന് പറയണതാ. അപ്പൊ അതൊക്കെ മാറ്റി വെച്ച് കച്ചവടക്കാരനും രാഷ്ട്രീയക്കാരനുമായിട്ട് നടക്കുമ്പോ അത്രയൊക്കെ സംയമനേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇനി ഞാൻ സിദ്ദീഖുൽ അക്ബറിന്റെ പേരിൽ കളവ് പറഞ്ഞു വിചാരിച്ച് ബേജാറാവണ്ട.
ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്, ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട്. എല്ലാം കൂടി സാദുൽ മആദിൽ ഇബ്നുൽ ഖയ്യിം കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. വലത്തുനിന്ന് അടുത്തേക്ക് എഴുതിയത് തിരിയെങ്കിൽ നോക്കിയാൽ മതി. ഓക്കെ, ശരി.